എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയുടെ സമയവും തീയതിയും മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഫാർമസി പരീക്ഷയാണ് ഈ ഒരു 10-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഈ ഒരു എഞ്ചിനീയറിംഗ് പരീക്ഷയുടെ സമയം മാറ്റിയിട്ടുണ്ട്. സമയം ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. നേരത്തെ രാവിലെ ആയിരുന്നു എക്സാമിനേഷൻ, അത് പുതുക്കിയിട്ട് ഇപ്പോൾ ഈ ഒരു സമയം വിദ്യാർത്ഥികൾക്ക് ആ ഒരു എക്സാം സെൻറ്ററിൽ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു സമയത്തിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ പുതുക്കിയ അഡ്മിറ്റ് കാർഡ് ഉടൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അതായത് ഏകദേശം ഒരു 2 ദിവസം കഴിഞ്ഞ ശേഷം വീണ്ടും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ ഫാർമസി പരീക്ഷ നേരത്തെ 6-ാം തീയതി ആയിരുന്നു. ഇത് ഇപ്പോൾ ജൂൺ 10-ാം തീയതി ഉച്ചയ്ക്ക് 3 മണി മുതൽ അതായത് 3:30 മുതൽ വൈകിട്ട് 5 മണി വരെ ആക്കിയിട്ട് സമയം മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് പരീക്ഷയാണെങ്കിൽ ജൂൺ 5 മുതൽ ജൂൺ 9-ാം തീയതി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ആക്കിയിട്ട് സമയം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതാണ്. നേരത്തെയുള്ള അഡ്മിറ്റ് കാർഡ് ഉപയോഗിക്കേണ്ടതില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എഞ്ചിനീയറിംഗ് അതുപോലെ ഫാർമസി പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് ഇതിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ്, ഫാർമസി കോഴ്സസ് എന്നിങ്ങനെയുള്ള അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് ഫാർമസി കോഴ്സസ് എന്നിവയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷ എഴുതാൻ പറ്റുമോ? അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആർക്കിടെക്ചറും മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് മാത്രം സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷ എഴുതാൻ സാധിക്കുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത ദിവസം അതായത് നാളെയല്ല മറ്റന്നാൾ നിങ്ങൾ ഈ ഒരു അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. കാരണം ഈ ഒരു അഡ്മിറ്റ് കാർഡിൽ ചേഞ്ച് വന്നതുകൊണ്ട് തന്നെ സമയക്രമത്തിൽ മാറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നാളെ ഈ ഒരു അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ സമയത്തിൻ്റെ മാറ്റം വന്നിട്ടുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ദിവസം കഴിഞ്ഞ ശേഷം ഈ ഒരു അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അതായത് കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്കാണ് പോവുക. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ഭാഗത്ത് വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, ആക്സസ് കോഡ് എന്നിവ നൽകി. ആക്സസ് കോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന കുറച്ച് നമ്പേഴ്സാണ്. അതും നൽകി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിറ്റ് കാർഡ് എന്ന ലിങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ മെമ്മോ ഡീറ്റെയിൽസ് എന്നുള്ളതിൽ നിങ്ങൾക്ക് അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ ഒരു തെറ്റുകൾ അതിൽ കാണും. അതായത് നിങ്ങളുടെ ഫോട്ടോയുടേത് അല്ലെങ്കിൽ സിഗ്നേച്ചറിൻ്റെ പ്രോബ്ലം, അതുപോലെ നിങ്ങൾ 10-ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അതായത് ക്ലാസ് 10-ലെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ PDF രൂപത്തിൽ അപ്ലോഡ് ചെയ്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു കോപ്പി സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഫീസ് അതായത് എക്സ്ട്രാ ഫീസ് വീണ്ടും കോഴ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ ഫീസ് വല്ലതും അടക്കാനുണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഫീസ് അടച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു അഡ്മിറ്റ് കാർഡ് കിട്ടുന്നതല്ല. അത് 1-ാം തീയതി വൈകിട്ട് 4 മണിക്കാവും ആ ഒരു കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ആ ഒരു കാര്യം പരിഹരിക്കേണ്ടതാണ്. ഇനി ആർക്കൊക്കെയാണ് അഡ്മിറ്റ് കാർഡ് കിട്ടുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിറ്റ് കാർഡ് കിട്ടുന്നത് നിങ്ങൾ ഒന്നുകിൽ ഈ ഒരു ഫാർമസി അതായത് നിങ്ങൾ ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് എഞ്ചിനീയറിംഗ് ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഫാർമസി ഓപ്ഷൻ ഉണ്ടായിരുന്നു, ആർക്കിടെക്ചർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് എന്നിങ്ങനെ 4 ഓപ്ഷനുകളാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു കീം പരീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾ ഒന്നുകിൽ ഫാർമസി കോഴ്സോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോഴ്സോ അപേക്ഷ നൽകുന്ന സമയത്ത് സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇവ രണ്ടും സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ ഒരു ഉദാഹരണത്തിന് ഈ ഒരു 4 കോഴ്സും സെലക്ട് ചെയ്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഈ ഒരു എഞ്ചിനീയറിംഗ് ഫാർമസി പരീക്ഷ ഉണ്ടായിരിക്കും. കാരണം അവർ ഓൾറെഡി ഫാർമസി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇവ രണ്ടും അത് ഫാർമസിയും എഞ്ചിനീയറിംഗും സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു പരീക്ഷ നടത്തുന്നത്. ഈ ഒരു കീം പരീക്ഷ എന്ന് പറയുന്നത് ഫാർമസി കോഴ്സിലേക്കും എഞ്ചിനീയറിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയിട്ടാണ് കീം പരീക്ഷ നടത്തുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപ്പോൾ ചോദിക്കും ആർക്കിടെക്ചർ, മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് ഇതിലേക്ക് എങ്ങനെയാണ് അഡ്മിഷൻ നൽകുന്നത് എന്നുള്ളത്. ആർക്കിടെക്ചർ കോഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആർക്കിടെക്ചർ കോഴ്സിന് ഈ ഒരു NTA നടത്തുന്ന അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ ആർക്കിടെക്ചർ എന്നുള്ള ഒരു എക്സാം ഉണ്ട്, നാറ്റ എക്സാമിനേഷൻ. ആ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത് ആ ഒരു പരീക്ഷ എഴുതി അതിൽ ക്വാളിഫൈ ആയിട്ട് അതിൻ്റെ മാർക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും അതുപോലെ നിങ്ങളുടെ +2 മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 2 മാർക്കുകളെയും പ്രത്യേക അനുപാതത്തിൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് അതിനെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും ആ ഒരു റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ നടത്തുന്നത്. ഇനി മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ്. മെഡിക്കൽ കോഴ്സ് എന്ന് പറയുമ്പോൾ MBBS, BDS, ആയുർവേദ, സിദ്ധ, ഹോമിയോ, യുനാനി എന്നിങ്ങനെയുള്ള കോഴ്സുകളും അതുപോലെ അലൈഡ് കോഴ്സസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു അഗ്രികൾച്ചർ, ഫോറസ്ട്രി, വെറ്റിനറി, ഫിഷറീസ്, അതുപോലെ BTech ബയോടെക്നോളജി, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, അതുപോലെ തന്നെ കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് എന്നിങ്ങനെയുള്ള കോഴ്സുകളാണ് മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സുകളിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് നിങ്ങൾ നീറ്റ് എക്സാം എന്ന് കേട്ടിട്ടുണ്ടാകും, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ഈ ഒരു എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ
അപ്പോൾ ഈ ഒരു നാഷണൽ എലിജിബിലിറ്റി എക്സാം നിങ്ങൾ എഴുതിയ സമയത്ത് ആ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന സ്കോർ ഉപയോഗിച്ചുകൊണ്ടാണ് മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്കുള്ള അഡ്മിഷൻ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നീറ്റ് പരീക്ഷയിൽ നിങ്ങൾക്ക് അതായത് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എക്സാമിനേഷൻ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അതിൽ എലിജിബിൾ ആയാലാണ് ആ ഒരു മാർക്ക് നിങ്ങൾ ഈ ഒരു കീമിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് നൽകുകയും ആ ഒരു നീറ്റിൻ്റെ സ്കോറിൻ്റെ അടിസ്ഥാനപ്പെടുത്തി റാങ്ക് പട്ടിക തയ്യാറാക്കുകയും അത് 2 റാങ്ക് ലിസ്റ്റാണ് തയ്യാറാക്കുക, ഒന്ന് മെഡിക്കൽ കോഴ്സിനും ഒന്ന് അലൈഡ് കോഴ്സസിനും. അപ്പോൾ ഈ ഒരു 2 കോഴ്സസിലേക്ക് നീറ്റിൻ്റെ സ്കോർ പരിഗണിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് നൽകുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഈ ഒരു നീറ്റ് വഴിയും അതുപോലെ തന്നെ നാറ്റ വഴിയും ആർക്കിടെക്ചർ കോഴ്സിലേക്കും മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുമുള്ള പ്രവേശനം ഈ ഒരു രീതിയിലാണ് നടത്തപ്പെടുന്നത്. അതായത് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്ക് നീറ്റിൻ്റെ സ്കോറും ആർക്കിടെക്ചർ കോഴ്സ് ആണെങ്കിൽ നാറ്റയുടെ സ്കോറുമാണ് പരിഗണിക്കുക. ഇനി ഈ ഒരു ഫാർമസിയും അതുപോലെ എഞ്ചിനീയറിംഗ് പരീക്ഷ എന്നിങ്ങനെയുള്ള ഈ ഒരു 2 കോഴ്സുകൾ വിഭാഗത്തിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടാണ് കീം പരീക്ഷ എഴുതുന്നത്. നിങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്ത് ഫാർമസിക്കും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗിനും ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കീം പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് കിട്ടുകയും നിങ്ങൾക്ക് ആ ഒരു പരീക്ഷ എഴുതാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഫാർമസി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ BPharm എന്നാണ് ഉണ്ടാവുക. BPharm എന്ന് പറഞ്ഞാൽ ഈ ഒരു ബാച്ചലർ ഓഫ് ഫാർമസി എന്നുള്ളതാണ്. അപ്പോൾ BPharmഉം ഫാർമസിയും ഒന്ന് തന്നെയാണ്. അപ്പോൾ അക്കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു BPharm കോഴ്സിലേക്കും അതുപോലെ തന്നെ ഈ ഒരു എഞ്ചിനീയറിംഗ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും സെയിം ക്വസ്റ്റ്യൻ, അതായത് ഈ ഒരു സെപ്പറേറ്റ് എക്സാം ആണോ, അതായത് ഈ ഒരു എഞ്ചിനീയറിംഗ് ഫാർമസിയും രണ്ടും സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഫാർമസിക്ക് വേറെ അഡ്മിറ്റ് കാർഡ്, അതുപോലെ എഞ്ചിനീയറിംഗിന് വേറെ അഡ്മിറ്റ് കാർഡ്, അതുപോലെ ഇവർക്ക് രണ്ടും സെപ്പറേറ്റ് പരീക്ഷകളാണ് ഉണ്ടാവുക എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയമാണ്. അപ്പോൾ ഈ ഒരു എഞ്ചിനീയറിംഗിൻ്റെ കാര്യം നമുക്ക് നോക്കാം. എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അതുപോലെ തന്നെ ഫാർമസിയുടെ കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ഈ 2 ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് കീമിൻ്റെ എഞ്ചിനീയറിംഗ് പരീക്ഷയാണ് എഴുതേണ്ടത്. അപ്പോൾ അതായത് നിങ്ങൾക്ക് ഏത് പരീക്ഷയിൽ നിങ്ങൾക്ക് ഒരു അഡ്മിറ്റ് കാർഡും ഒരു പരീക്ഷയും മാത്രമാണ് ഉണ്ടാവുക. നിങ്ങളിപ്പോൾ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഫാർമസിയും ഇവ രണ്ടും സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ് പരീക്ഷയാണ് ഉണ്ടാവുക. എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ ഫിസിക്സിൻ്റെ 45 ക്വസ്റ്റ്യനും കെമിസ്ട്രിയുടെ 30 ക്വസ്റ്റ്യനും മാത്സിൻ്റെ 75 ക്വസ്റ്റ്യനുമാണ് ഉണ്ടാവുക. ടോട്ടൽ 150 ക്വസ്റ്റ്യൻ, 150 മിനിറ്റ്, അതായത് 150 മിനിറ്റ് എന്ന് പറയുമ്പോൾ 3 മണിക്കൂർ എക്സാമാണ് ഉണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് സെഷൻസ് ആയിട്ടാണ് ഉണ്ടാവുക. മുൻപാണെങ്കിൽ പേപ്പർ 1 പേപ്പർ 2 എന്നുള്ള രീതിയിലായിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. അപ്പോൾ നിലവിൽ ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആക്കിയത് കൊണ്ട് തന്നെ സെഷൻ 1ലുള്ള ക്വസ്റ്റ്യനിൽ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഉണ്ടാവും, അതുപോലെ തന്നെ സെഷൻ 2വിൽ മാത്സ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 3 വിഷയങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് എഴുതുകയും അതുപോലെ തന്നെ ഈ ഒരു ഫിസിക്സിന് നിങ്ങൾ എഴുതുന്ന ആ ഒരു നിങ്ങൾക്ക് ലഭിക്കുന്ന സ്കോറും അതുപോലെ തന്നെ കെമിസ്ട്രിക്ക് ലഭിക്കുന്ന സ്കോറും മാത്സിന് ലഭിക്കുന്ന സ്കോറും സെപ്പറേറ്റ് ആയിട്ടാണ് കമ്പ്യൂട്ടർ സൂക്ഷിച്ചു വെക്കുക. അതായത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് ഈ ഒരു ഓരോ വിഷയത്തിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടാണ് രേഖപ്പെടുത്തി വെക്കുക. ഇനി വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷയിൽ എലിജിബിൾ ആവാനായിട്ട്, എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ എലിജിബിൾ ആവാനായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മാത്രം മതിയാകും. അതേസമയം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, ഈ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് എഞ്ചിനീയറിംഗ് അതുപോലെ ഫാർമസിയും 2 ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ നിങ്ങൾക്ക് ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, മാത്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയുടെ മാർക്കിനെ ഈ ഒരു ഫാർമസിയുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് മാറ്റും. അത് പ്രത്യേക ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു 300ലേക്ക് കൺവേർട്ട് ചെയ്യുകയും നോർമലൈസ് ചെയ്യും. ആ ഒരു 300ൽ 10 മാർക്ക് മിനിമം നേടുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി അതുപോലെ തന്നെ മാത്സ് എന്നിവയ്ക്ക് ലഭിച്ച ആ ഒരു ടോട്ടൽ 600ൽ ലഭിക്കുന്ന മാർക്കിനെ 300ലേക്ക് പ്രത്യേക ഫോർമുല ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്യുകയും അത് നോർമലൈസ് ചെയ്യുകയും അതിൽ നിങ്ങൾക്ക് മിനിമം 10 മാർക്ക് നോർമലൈസ്ഡ് മാർക്ക് കിട്ടിയാലാണ് നിങ്ങൾക്ക് ഈ ഒരു എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഫാർമസി പരീക്ഷയിൽ, അതായത് എഞ്ചിനീയറിംഗിൽ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാകുന്നതിലേക്കായിട്ട് ക്വാളിഫൈ ചെയ്യപ്പെടുന്നത്. അതുപോലെ ഫാർമസി ആണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി പേപ്പറിൻ്റേത് പ്രത്യേക ഫോർമുല ഉപയോഗിച്ച് 300ലേക്ക് നോർമലൈസ് ചെയ്യുകയും 300ൽ 10 മാർക്ക് നിങ്ങൾക്ക് നോർമലൈസ്ഡ് ആയിട്ടുള്ള 10 മാർക്ക് ലഭിക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് ആ ഒരു റാങ്ക് പട്ടികയിലേക്ക് നിങ്ങളെ പരിഗണിക്കുക. ഇനി വിദ്യാർത്ഥികൾ പലരും ചോദിക്കുന്ന കാര്യമാണ്, ഇനി ഫാർമസി പരീക്ഷ, അതായത് ഫാർമസി ഓൺലി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ ഫാർമസി പരീക്ഷ നടക്കുന്നത് ഈ ഒരു ജൂൺ 10-ാം തീയതി ഈ ഒരു ഉച്ചയ്ക്ക് 3:30 മുതൽ 5 മണി വരെയാണ്. അതായത് ഫിസിക്സിൻ്റെ 45 ക്വസ്റ്റ്യനും കെമിസ്ട്രിയുടെ 35 ക്വസ്റ്റ്യനുമാണ്. അത് 30 ക്വസ്റ്റ്യനും ടോട്ടൽ നിങ്ങൾക്ക് 75 ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അതുപോലെ 90 മിനിറ്റ് ആണ് എക്സാം ഉണ്ടാവുക. 90 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂറാണ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫാർമസി ഓൺലി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷയിൽ ലഭിക്കുന്ന മാർക്കിനെ പ്രത്യേക ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് 300ലേക്ക് കൺവേർട്ട് ചെയ്യും. അത് 300ലേക്ക് നോർമലൈസ് ചെയ്യുകയും അതിനുശേഷം അതിൽ നിങ്ങൾക്ക് 10 മാർക്ക് മിനിമം നോർമലൈസ് ചെയ്ത മാർക്ക് കിട്ടുകയാണെങ്കിലാണ് ഈ ഒരു ഫാർമസി പരീക്ഷയുടെ അതായത് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് നിങ്ങളെ കൺസിഡർ ചെയ്യുക. ഈ ഒരു പരീക്ഷ ക്വാളിഫൈ ആവുന്നതിനായിട്ട് ജസ്റ്റ് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി എങ്കിലും റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടണം എന്നുണ്ടെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയുടെ ആ ഒരു
അതായത് നോർമലൈസ് ചെയ്യുന്ന മാർക്കിൽ നിന്നും 300-ൽ നിന്നും നിങ്ങൾ ഈ ഒരു 10 മാർക്ക് മിനിമം നോർമലൈസ്ഡ് മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയുടെ ടോട്ടൽ മാർക്കിൽ നിന്നും നോർമലൈസും അതായത് 600 മാർക്കിനെ 300-ലേക്ക് നോർമലൈസ് ചെയ്യുന്ന സമയത്ത് അതിൽ നിങ്ങൾ ഒരു മിനിമം 10 മാർക്ക് നേടിയിരിക്കണം. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, ഈ ഒരു 10 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലോ ഗവൺമെൻറ് ഫാർമസി കോളേജുകളിലോ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു 10 കിട്ടിയതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ ഒന്നും കിട്ടില്ല. ജസ്റ്റ് അതിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടും. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് കോളേജുകളിൽ പഠിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അതായത് നിങ്ങൾക്ക് ഒരു 300-ൽ നിങ്ങൾക്കൊരു 250-ന് മുകളിലൊക്കെ കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക. കാരണം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റിന് 4 മാർക്കാണ് കിട്ടുക. തെറ്റുത്തരത്തിന് നെഗറ്റീവ് 1 മാർക്ക്, അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റിന് നിങ്ങൾക്ക് ഒറ്റ മാർക്കും പോവില്ല. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ലഭിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ടോട്ടൽ ലഭിച്ച മാർക്കിൽ നിന്നും ആ ഒരു നെഗറ്റീവ് മാർക്കിനെ കുറയ്ക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന ഓപ്ഷൻസ് കറക്റ്റ് ആണെന്നുള്ളത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ഉത്തരം തെറ്റാണ്, ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ബബിൾ സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യുന്ന രീതിയാണ്. 5 ആൻസേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിങ്ങൾ സെലക്ട് ചെയ്ത ആൻസർ തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ കറക്റ്റ് എന്ന് മനസ്സിലായിട്ടുള്ളത് അത് സെലക്ട് ചെയ്യുമ്പോൾ ആദ്യത്തേത് ഡീസെലക്ട് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു അതായത് കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ചോയ്സ് മാറ്റി കൊടുക്കുന്നതിനായിട്ടുള്ള അവസരമുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ ഒരു അതായത് ഈ എന്നുള്ള ആൻസറാണ്, അതായത് ABCD E എന്നിങ്ങനെ ഈ ഒരു 3 ചോയ്സാണ് നിങ്ങൾക്ക്, അത് 3 അല്ല 5 ചോയ്സ് ആൻസേഴ്സ് ആണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഈ ഒരു അതായത് ഉത്തരം എന്ന് പറയുന്നത് E ആണെന്ന് കരുതുക. അതായത് ഈ ഒരു ABCDE ഈ ഒരു രീതിയിൽ E ആണ് ഇതിൻ്റെ ഉത്തരം എന്ന് നിങ്ങൾ കരുതി അത് നിങ്ങൾ സെലക്ട് ചെയ്തു. അപ്പോൾ അത് അവിടെ സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് അതല്ല, അത് തെറ്റുത്തരമാണ്, B ആണ് കറക്റ്റ് എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ B സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു B സെലക്ട് ആവുകയും E എന്നുള്ളിടത്ത് സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു സെലക്ഷൻ പോവുകയും പിന്നീട് നിങ്ങളുടെ ആൻസർ B എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് കൺഫേം ചെയ്യുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ അതായത് ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കൺഫേം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ചോയ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് ഈ ഒരു പരീക്ഷ നന്നായിട്ട് പഠിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തെറ്റുത്തരമാണ് സെലക്ട് ചെയ്തതെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നതിനുള്ള അവസരം ഈ ഒരു പരീക്ഷയിലുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് ഈ ഒരു പരീക്ഷ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു BPharm കോഴ്സിലേക്ക് ആർക്കൊക്കെ അഡ്മിറ്റ് കാർഡ് കിട്ടും എന്നുള്ളതും അതുപോലെ തന്നെ അതായത് ഈ ഒരു BPharm ഫാർമസി അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് പരീക്ഷയിലേക്ക് ആർക്കൊക്കെയാണ് അഡ്മിറ്റ് കാർഡ് കിട്ടുക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപേക്ഷ നൽകുന്ന സമയത്ത് നിങ്ങൾ ഫാർമസി ഓപ്ഷനോ എഞ്ചിനീയറിംഗ് ഓപ്ഷനോ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഫാർമസിക്കും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗിനുമുള്ള അഡ്മിറ്റ് കാർഡ് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫാർമസിയോ അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡ് ഈ ഒരു ഫാർമസിയോ അല്ലെങ്കിൽ നിങ്ങൾ എഞ്ചിനീയറിംഗോ ഇവ രണ്ടിൽ ഏതെങ്കിലും സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അതിനുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു അഡ്മിറ്റ് കാർഡാണ് കിട്ടുക. അതായത് എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു എഞ്ചിനീയറിംഗിൻ്റെ അഡ്മിറ്റ് കാർഡും ഫാർമസി പരീക്ഷയ്ക്ക് സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു ജൂൺ 10 നടക്കുന്ന പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡുമാണ് ലഭിക്കുക. അതുപോലെ ഇവ രണ്ടും സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, അത് ഫാർമസിയും എഞ്ചിനീയറിംഗും സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂൺ 5 മുതൽ ജൂൺ 9 തീയതി വരെ നടക്കുന്ന ഈ ഒരു എഞ്ചിനീയറിംഗ് പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡാണ് കിട്ടുക. അപ്പോൾ അതിൽ നിന്നും നിങ്ങളുടെ ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയ്ക്ക് ലഭിക്കുന്ന മാർക്കിനെ ഫാർമസിയുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് മാറ്റുകയും അതുപോലെ ഇതിലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയുടെ മാർക്കിനെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിലേക്ക് തയ്യാറാക്കുന്നതിലേക്കായിട്ട് പരിഗണിക്കുകയും ചെയ്യുകയാണ് ചെയ്യുക. അല്ലാതെ ഫാർമസിയും എഞ്ചിനീയറിംഗും ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സെപ്പറേറ്റ് 2 പരീക്ഷകൾ നടത്തുന്നതല്ല. ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കിനെ അതിലേക്കായിട്ട് പരിഗണിക്കുകയാണ് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്കുള്ള ഈ ഒരു അഡ്മിഷൻ എന്ന് പറയുന്നത് നീറ്റിൻ്റെ മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് നാറ്റ എക്സാമിനേഷൻ്റെ സ്കോർ പരിഗണിച്ചുകൊണ്ടാണ്. അല്ലാതെ കീമിൽ നിങ്ങൾക്ക് ഈ ഒരു മെഡിക്കൽ അലൈഡ് കോഴ്സസ് മാത്രം ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കോ ആർക്കിടെക്ചർ കോഴ്സ് സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ മെഡിക്കൽ അലൈഡ് കോഴ്സസും ആർക്കിടെക്ചറും ഇവ രണ്ടും മാത്രം സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കോ അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതല്ല. ഒന്നുകിൽ നിങ്ങൾ ഫാർമസിയോ അല്ലെങ്കിൽ നിങ്ങൾ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ ഇവ രണ്ടും അതായത് എഞ്ചിനീയറിംഗ്, ഫാർമസിയും ഇവ രണ്ടുമോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടുക. അപ്പോൾ ഈ വർഷത്തെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് അതുപോലെ ഈ ഒരു ഫാർമസി 2 ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും എഞ്ചിനീയറിംഗ് മാത്രം സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു പരീക്ഷ ഈ ഒരു ജൂൺ 5 മുതൽ ജൂൺ 9 തീയതി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ആണ്. അതായത് ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഫാർമസി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ജൂൺ 10 തീയതി ഫാർമസി ഓൺലി മാത്രം സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷ നടക്കുന്നത് ഈ ഒരു ജൂൺ 10 തീയതി ഉച്ചയ്ക്ക് 3:30 മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.